18 അപ്പോസ്തല പ്രവൃത്തികൾ. അവർക്ക് പാപമോചനവും എങ്കിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസിനെ അങ്ങോട്ട് അയച്ചേച്ച് കർത്താവ് പറഞ്ഞത്, പൗലോസേ, ഞാൻ നിന്നെ എന്തിനു വേണ്ടിയാണ് അയക്കുന്നത്? അവരുടെ ഇടയിൽ നീ പോയി ഒരു മാതൃകാ ജീവിതം ചെയ്തേച്ച് പോരാനല്ല, അവരിൽ ചിലരുടെ കണ്ണ് നീ തുറന്നേ മതിയാകും. അവരിൽ ചിലരുടെ കണ്ണ് നീ തുറന്നേ മതിയാകൂ. അവർ ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്, അവിടുന്ന് അവരെ വെളിച്ചത്തിലേക്ക് നടക്കണം. അവർ പിശാചിൻ്റെ അധീനതയിലാണ്, അവിടുന്ന് അവരെ എങ്കിലേക്ക് നടക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ അയച്ചിരിക്കുന്നത്. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. എം എ വർഗീസിനെ അയച്ചത് എന്തിനാ? ഇതിനകത്തിരിക്കുന്ന നമ്മെ അയച്ചത് എന്തിനാ? നമ്മിൽ ഓരോരുത്തരെ അയച്ചത് എന്തിനാ? 1 പത്രോസ് 2:9 ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോ 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശ ത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നിങ്ങളും അത് തന്നെയാ. പൗലോസേ, അങ്ങ് എന്തിനാ ഞാൻ വിളിച്ചത്? ഈ മതത്തിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന് നിന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് പുറത്തെടുത്തത് നിന്നിൽ ചില കഴിവുകളുണ്ട്. പിശാച് ആദാമിൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച ജനത്തെ അവരവരുടെ കഴിവുകൾ നോക്കി പൈശാചികഹിതം ചെയ്യുവാൻ വേർതിരിക്കുമ്പോൾ ചിലർ സഭകളെ ഇടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്, ചിലർ മദ്യപാനത്തിന് പ്രസക്തി കൊടുത്തിട്ടുണ്ട്, ചിലർ കൊലപാതകത്തിന് പ്രസക്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ രാജാക്കന്മാരെയാണ് തൊടുന്നത്. ചില രാജാക്കന്മാർ ശൂന്യതകൾക്ക് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്, ചിലർ കൈക്കൂലിക്ക് പ്രത്യേകത കൊടുക്കാറുണ്ട്, ആളുകളെ ആ രീതിയിൽ നയിക്കാറുണ്ട്. വേറെ ചിലർ വ്യഭിചാരത്തിൽ ആളുകളെ നയിക്കാറുണ്ട്, ദുർനടപ്പിൽ ജനത്തെ കൊണ്ടുപോകാറുണ്ട്, ചിലർ കൊന്നുകളയാറുണ്ട്. ഓരോന്നിനും ഓരോരുത്തനെ കൊള്ളാമെന്ന് കാണുമ്പോൾ പിശാച് അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്നത് പോലെ, പൗലോസേ, എനിക്ക് അങ്ങയെ ഉപയോഗിപ്പാനുണ്ട്. അങ്ങയ്ക്ക് ചില കാര്യങ്ങൾ അറിയാം, അങ്ങയ്ക്ക് ചില കഴിവുകളുണ്ട്. ഈ കഴിവുകൾ ഉപയോഗിച്ച് കുരുടായിരിക്കുന്ന ചില കണ്ണുകളെ തുറന്നെടുക്കുവാൻ, എൻ്റെ വെളിച്ചം അവരിലേക്ക് കൊടുക്കുവാൻ, പിശാചിൻ്റെ അധീനതയിൽ നിന്ന് ചിലരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപാകെ കൊടുക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാ നീ. പൗലോസേ, അത് അങ്ങയുടെ മാത്രം അനുഭവമായിരുന്നോ? പത്രോസ് പറഞ്ഞല്ല, നിങ്ങളെയും. നിങ്ങളോ എം എ വർഗീസോ, ബേഥേലോ, ഇന്നെന്നെ ശ്രദ്ധിക്കുന്നവരോ, ലോകത്തിൽ എവിടെയെങ്കിലും ശ്രദ്ധിക്കുന്നവരോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. എഫെസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെ, എഫെസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും അങ്ങനെ പുതുമനുഷ്യനെ ധരിക്കുക. നിങ്ങൾക്കൊരു ശരീരമുണ്ട്, ഇത് പഴയതിൽ കിടന്നതാ. യേശുവിൻ്റെ മരണത്താൽ നിങ്ങളെ, യേശുവിൻ്റെ ഉയർപ്പിനാൽ നിങ്ങളെ ആത്മാവിൽ ഉയർപ്പിച്ചു. ശരീരത്തിൽ ഉയർപ്പിച്ചിട്ടില്ല, ശരീരത്തിൽ ഇനി ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആത്മാവിൽ ഉയർപ്പിച്ചു. എന്നോടും നിങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ആത്മാവിൻ്റെ പ്രകൃതി അനുസരിച്ച് ജീവിക്കുക, നിങ്ങൾ ആത്മാവിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുക, നിങ്ങൾ ആത്മാവിൻ്റെ രീതിയിൽ നടക്ക്, ആത്മാവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ചെയ്യ്. ഈ ശരീരം മാറി ഞാൻ നിങ്ങൾക്കൊരു പുത്തൻ ശരീരം തരും. ആ ശരീരം ഇന്ന് ഈ ശരീരത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിന് തക്കവണ്ണം ഒരു പുതിയ ശരീരം തരും. ഞാൻ നിങ്ങളെ ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ നിങ്ങളത് ധരിക്കുക, നിങ്ങൾ യോഗ്യമായി നടക്കുക. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ ഉപേക്ഷിച്ച്, എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്, ആ മോഹങ്ങൾ പലതും എന്നെ ചതിക്കുന്നതാ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട. ഏതെങ്കിലും രീതിയിൽ
കൂടുതൽ മോഹങ്ങളിൽ അകപ്പെട്ടു പോയവർക്ക് എല്ലാം അറിയാം ഇത് ചതിയായിരുന്നു. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച്, എൻ്റെ അകത്തൊരു പുതിയ ആത്മാവാണ്, അതുകൊണ്ട് പുതുക്കം എൻ്റെ ജീവിതത്തിൽ കാണണം. ഒരു പുതുമനുഷ്യനെ പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഞാനൊരു കൊച്ചു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കാൻ പോകുകയാണ്. ഞാൻ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നുവെന്ന് ഇരിക്കട്ടെ. അത് പണ്ടായിരുന്നു. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല. അന്ന് എൻ്റെ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. എൻ്റെ ജഡത്തിന് മാത്രമേ ജീവനുള്ളൂ. എനിക്ക് ജീവനുണ്ട്, എനിക്ക് ജഡവുമുണ്ട്, പക്ഷെ എൻ്റെ ആത്മാവ് മരിച്ചു കിടക്കുക. ഞാൻ സിഗരറ്റ് വലിക്കുമായിരുന്നു എന്നിരിക്കട്ടെ. സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടതോടുകൂടെ ജീവൻ്റെ ശകലം എന്നിലേക്ക് അടിച്ചു തുടങ്ങി. സിഗരറ്റ് വലിക്കുന്ന തെറ്റാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ എൻ്റെ ജഡമനുഷ്യൻ ഇതങ്ങ് പരിചയിച്ച് കഴിഞ്ഞതാണ്. സിഗരറ്റ് വലിക്കുന്നത് പരിചയിച്ച് കഴിഞ്ഞതാണ്. അടുത്തൊരു സിഗരറ്റിൻ്റെ മണമടിക്കുമ്പോഴോ സിഗരറ്റിൻ്റെ ഓർമ്മ വരുമ്പോഴോ എൻ്റെ ജഡമനുഷ്യൻ എൻ്റെ ബുദ്ധിയോട് പറയും, എടുത്തോ വലിച്ചോ, നീ ഇതിനകത്ത് ജീവിച്ചവനാ, ഇതില്ലാതെ നിന്നെ കൊണ്ട് ഒക്കുകയില്ല. ഈ ആളുകളൊക്കെ പറയുന്ന ചുമ്മാതാ, നിന്നെ കൊണ്ട് ഒക്കുകയില്ല. പെട്ടെന്ന് എൻ്റെ ആത്മമനുഷ്യൻ പറയും, ഇല്ല വർഗീസേ, എനിക്കിപ്പം ജീവനുണ്ട്, ഞാനിപ്പം ജീവനുള്ളവനാണ്. പക്ഷേ ഈ പുള്ളി തീരെ ശിശുവാണ്, ഇങ്ങോട്ട് ഉണ്ടായതേ ഉള്ളൂ, ഈ പുള്ളി തീരെ ശിശുവാണ്. ജഡം എന്നെ നിർബന്ധിക്കുന്നതനുസരിച്ച് ആത്മാവിന് നിർബന്ധിപ്പാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ പിന്നെയും ജഡത്തിന് കീഴടങ്ങും. അതോടുകൂടെ എൻ്റെ ആത്മമനുഷ്യനെ ഉണ്ടായിരുന്ന ജീവനും കൂടെ നഷ്ടപ്പെടും. ഒരു കൊച്ചു കുഞ്ഞ് എൻ്റെ ആത്മമനുഷ്യനെ ഒരു കൊച്ചു കുഞ്ഞായി എടുത്താൽ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ തീ കണ്ടാൽ പിടിക്കണമെന്നേ അവർക്ക് തോന്നത്തുള്ളൂ, വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് നടക്കുകയും ജഡത്തിൻ്റെ വികാരങ്ങളെ മരിപ്പിച്ചുകൊണ്ട്, ജഡത്തിൻ്റെ പ്രകൃതിയെ മരിപ്പിച്ചുകൊണ്ട് എന്നെ ദൈവകൃപയിൽ നിർത്തുകയും ചെയ്യുന്നു. എഫെസ് ലേഖനം 5:8 അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത്. ഉപവസിക്കുന്ന ദിവസങ്ങളിൽ വ്യർത്ഥ സംസാരത്തിൽ സമയം കളയരുത്, അല്ലാത്ത ദിവസങ്ങളിലും പാടില്ല എന്ന് ഞാൻ എപ്പോഴും എടുത്തു പറയാറുണ്ട്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. എങ്ങനെ? ചീത്തത്തരം, പൊട്ടച്ചൊൽ. എഫെസ് ലേഖനം 5:8 ഞാൻ വായിക്കുന്നത്. എഫെസ്യർ 5:8 അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത്. എഫെസ്യർ 5:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് ഭയപ്പെടുത്തുന്ന വാക്യങ്ങളിൽ ഒന്നാ, ഭയപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാ. ഒന്നുകൂടെ വായിച്ചോട്ടെ, നമുക്കിവിടെ നിന്ന് മാറാൻ വേണ്ടിയാ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കാനാ വീണ്ടെടുത്തത്. പക്ഷെ ഈ സ്വഭാവങ്ങൾ എന്നിൽ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിൽ എനിക്ക് പങ്കില്ലാതെയാകും. വീണ്ടും ആവർത്തിക്കുക, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 6-ാമത്തെ വാക്യം, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വ്യർത്ഥവാക്കുകൾ പറയുന്നത് ഒരുപാട് പേരുണ്ട്. കൃപയാ ഇതിനൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങളും അവരുടെ കൂട്ടാളികൾ ആകരുത്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞാൻ വേർപാടാചരിച്ച് മതിയാകും. ഇവൻ്റെ കൂട്ടാളിയായാൽ ദൈവരാജ്യത്തിൽ എൻ്റെ അവകാശം നഷ്ടമാകും. എന്നെ ഈ ലോകത്തിൽ നിന്ന് വിടുവിച്ചത്, അങ്ങ് കാൽവറിയിൽ മരിച്ചുയർത്തത് എന്നെ ദൈവരാജ്യത്തിലാക്കേണ്ടതിനായിരുന്നെങ്കിൽ കിങ്ഡം നമ്പർ 1 ഞാൻ അതിൻ്റെ അവകാശിയാ. അത് ദൈവരാജ്യമാ, അത് വെളിച്ചത്തിൻ്റെ നാടാ, അത് പ്രകാശത്തിൻ്റെ സാമ്രാജ്യമാണ്, അത് പുത്രൻ്റെ സാമ്രാജ്യമാണ്. ഞാൻ അവിടെയാണ് ഇരിക്കേണ്ടത്.
റോമാലേഖനം 8:5 മുതൽ 9 വരെ ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരെത്ര ആയിരിപ്പീൻ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഞാൻ എളുപ്പം നിർത്തിക്കോളാം, എൻ്റെ സമയത്തിൽ ഏറെക്കുറെയായി. 2ാം ഭാഗം വരുന്ന ഒരു ദിവസം നമ്മൾ തുടരും. റോമാലേഖനം 13:12 രാത്രി കഴിവാറായി. അധികം നാളുകൾ നമുക്കില്ലെന്ന് മറക്കരുത്. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. ഇന്ന് ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പോരാട്ടമുണ്ട്. ഇതൊന്നും സാധാരണഗതിയിൽ നടത്തിയെടുക്കാവുന്നതല്ല. നമുക്കൊരു പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടാ. ഞാൻ ഇതൊക്കെ ഒരു വശത്തിരുന്ന് പറഞ്ഞാൽ വാഴ്ചകൾ എതിരെ നിൽക്കുക എന്ന് എനിക്കറിയാം, അധികാരങ്ങൾ എതിരെ നിൽക്കുക എന്ന് എനിക്കറിയാം. എന്ന ക്രിസ്തുവിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നതിനാൽ, നമ്മിൽ വ്യാപരിക്കുന്ന അവൻ്റെ ആത്മാവിനാൽ നാം ലോകത്തെ ജയിച്ചിരിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം.